പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളൊരു പുതിയ സുവിശേഷം കേൾപ്പിക്കാം. പെന്തക്കോസ്ത് വിശ്വാസം അനുസരിച്ച് പാപത്തിനുള്ള ശിക്ഷ എന്താണ്? നരകം. നരകത്തിൽ എത്ര നാള് കിടക്കണം? ഇറ്റേണിറ്റി വരെ നരകത്തിൽ കിടന്ന് ഇങ്ങനെ തീയും പുഴുവൊക്കെ വന്നിങ്ങനെ ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതൊന്ന് കേൾപ്പിക്കാം. പുതിയൊരു ഉപദേശം, അതൊരു കോമഡി രൂപത്തിലാണ് ഒരാള് ലഭിച്ചതാണ്, അതുകൊണ്ട് അങ്ങനെ. അപ്പം അതൊന്ന് കേൾക്കുക, പുതിയ സുവിശേഷം. പെന്തക്കോസ്ത് വിശ്വാസം അനുസരിച്ച് പാപത്തിനുള്ള ശിക്ഷ എന്താണ്? നരകം. നരകത്തിൽ എത്ര നാള് കിടക്കണം? ഇറ്റേണിറ്റി വരെ നരകത്തിൽ കിടന്ന് ഇങ്ങനെ തീയും പുഴുവൊക്കെ ഇങ്ങനെ അതാണ് നമ്മുടെ പാപത്തിനുള്ള ശമ്പളം, അല്ലേ? അപ്പോ ആ ശമ്പളം പലിശയും പലിശയുടെ പലിശയൊക്കെ ഉൾപ്പെടെ തിരിച്ചടയ്ക്കണമെങ്കിൽ ചുമ്മാ മരിച്ചിട്ട് കാര്യമുണ്ടോ? യേശു മരിച്ചാലും ആ കണക്ക് അവിടെ കിടക്കും. കാരണം നമ്മൾ നരകത്തിൽ കിടക്കുന്നതാണ് ശിക്ഷ. യേശു നമുക്ക് വേണ്ടി ഇറ്റേണിറ്റി വരെ നരകത്തിൽ കിടക്കേണ്ടി വരില്ലേ? നമ്മുടെ പണിഷ്മെന്റിനെ അവൻ എടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ നരകത്തിൽ ആ വിശകലനം ചെയ്യപ്പെട്ട ആ സ്റ്റോറി എന്താന്ന് ചോദിച്ച, ഒരു ദേശത്ത് മറ്റാ സുവിശേഷം 16 അധ്യായാണ് എനിക്ക് തോന്നുന്നു. അവനെ എൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് അയച്ച് അവരും ഈ ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ അവരോട് പോയി സുവിശേഷീകരണം പറയുന്നൊക്കെ നമുക്ക് അവിടെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അങ്ങനെ ഒരു സംഭവം യേശുക്രിസ്തു ഒരു കഥ എന്ന രീതി, സ്റ്റോറി എന്ന രീതി പറയുവാനിടയായിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ആ ധനവാൻ നരകത്തിൽ പോകാൻ കാരണം എന്ന് ചോദിച്ചാൽ, അവൻ നല്ലൊരു മനുഷ്യനായിരുന്നോ എന്ന് ചോദിച്ചാൽ നല്ലതായിരുന്നു. പക്ഷേ നരകം എന്ന കാര്യം നമ്മളെ ചിന്തയിൽ, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ചിന്തയിൽ ചിന്തിക്കുമ്പോൾ എന്താണെന്നറിയാവോ? പാപികൾക്ക് വേണ്ടിയുള്ളതാണ്. എന്ത് പാപങ്ങൾക്ക് വേണ്ടിയാണ് നരകം ഒഴുക്കി വെച്ചേക്കുന്നത്? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ സാത്താനും അവന്റെ കൂട്ടർക്കും വേണ്ടിയാണ് നിത്യനരകം ഒഴുക്കി വച്ചിരിക്കുന്നത്. കർത്താവിന്റെ വരവെങ്കിൽ അതിനു മുമ്പ് സാത്താൻ എന്റെ പിടിച്ചു കെട്ടി എന്റെയും ആ നിത്യനരകത്തിൽ ഇടുമെന്നും പറയുന്നുണ്ട്. പിന്നെ പ്രമാണങ്ങൾ പല രീതിയിൽ ആണ് എന്നുള്ളത്. ഇപ്പൊ ഹിന്ദുക്കളുടെ പ്രമാണമെടുത്ത് അവർക്കും ഉണ്ട് നരകവും സ്വർഗവും. മുസ്ലിങ്ങളെ ഇതെടുത്ത് അവർക്കും ഉണ്ട് നരകവും സ്വർഗവും. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, സ്വർഗത്തിൽ ആരെങ്കിലും വേണ്ടേ? എൻ്റെ ഒരു ക്വസ്റ്റ്യൻ അതാണ്, പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ. ഈ പാപികളായ നമ്മളെല്ലാവരും പാപികളാ. നമ്മളെല്ലാവരും പാപികൾ. ഈ പാപികളെല്ലാം കൊണ്ട് ഈ നരകത്തിൽ കൊണ്ടാണ് തള്ളിയിട്ട് ഈ നഗരസഭയിൽ വരുന്നത്. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. ആ പാപങ്ങളിൽ നിന്നും ഒരു വ്യക്തി യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവനിൽ നിന്ന് ആ ആദാമിയ പാപം അവൻ നരകത്തിൽ ഈ വിശ്വാസ പ്രമാണം അനുസരിച്ച് ലൂക്കോസിന്റെ സുവിശേഷമാണോ? ഞാൻ എടുത്ത് നോക്കട്ടെ. ലൂക്കോസ് 19-ാം അധ്യായത്തില് ആണ് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു മിനിറ്റ് ഞാൻ നോക്കി എടുത്തോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം. ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്നും വീഴുന്ന തിന്നും വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായകളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാൻ മരിച്ചു
അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ ഇതിൽ കിടക്കുമ്പോൾ അതുമല്ല, അദ്ദേഹം പറഞ്ഞു യേശുക്രിസ്തു നമുക്ക് വേണ്ടി മറുവിലയായി പാപികൾക്ക് വേണ്ടി വന്നു മരിച്ചുവല്ലോ. പാപികൾക്ക് വേണ്ടി വന്നു മരിച്ച യേശുക്രിസ്തു ഇനി എന്ത് ചെയ്യണം? നമ്മൾ കിടക്കണ പാപറി ക്രൂസിൽ മരിച്ചു. അത് മുഖാന്തരം ഓരോ പാപികളും 10:10 ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ നിങ്ങളെ. 9 തൊട്ട് യേശുവിനെ കർത്താവ് എന്ന് വാഗോണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത നീ രക്ഷിക്കപ്പെടും. ഒരു പാപി രക്ഷിക്കപ്പെടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ വാഗോണ്ട് യേശു എൻ്റെ പേർക്കായി ഭൂമിയിൽ വന്നു ജനിച്ചു 33 വയസ്സ് ഈ ഉലകത്തിൽ ജീവിച്ചു. അതിന്റെ ശേഷം എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ എൻ്റെ ഗെത്സമനയുടെ തോട്ടത്തിൽ നിന്ന് അവൻ എനിക്ക് വേണ്ടി ഒന്ന് കുറയാൻ 39 തവണ അവൻ പീലാത്തോസിന്റെ അരമനയിൽ അടികൾ കൊണ്ട് മാറി മാറി കോടതികളെ വിസ്താരണം ചെയ്തു. ഏക നാമമുള്ള രക്ഷിക്കപ്പെടുന്ന കാര്യം യേശു എന്ന നാമത്തിൽ അല്ലാതെ വേറൊരു ദൈവത്താലും രക്ഷാകരണം ലഭിക്കയില്ല. ഒരു പാപി രക്ഷിക്കപ്പെടുന്നെങ്കിൽ അവൻ, ഞാൻ പറഞ്ഞ പോലെ തന്നെ അതാണ് ബൈബിൾ പറഞ്ഞത്, യേശുവിനെ കർത്താവ് എന്ന് വാഗോണ്ട് ഏറ്റുപറയുകയും ദൈവം എന്ന പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ക്രിസ്തു എൻ്റെ പേർക്കായി മരിച്ചുവെന്നും എൻ്റെ പേർക്കായി ഉയർത്തെഴുന്നേറ്റുവെന്നും ഇനി എൻ്റെ പേർക്കായി വീണ്ടും എന്നെ ചേർക്കാൻ വരുമെന്ന് വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അപ്പോൾ റോമാലേഖനം 10:9-10 വാക്യങ്ങൾ പ്രകാരം അങ്ങനെ ഒരു വ്യക്തി യേശുവിനെ ഏറ്റുപറയുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ആത്മീയ മരണത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ഭൗതിക മരണത്തെ അല്ല ഇവിടുത്തെ ദൈവത്തിന്റെ ആത്മാവിന്റെ വചനം വെളിപ്പെടുത്തുന്നത്. ഇവിടെ വെളിപ്പെടുത്തുന്ന ആത്മാവിന്റെ മരണമാണ്. ലോകത്തിൽ കടന്നു. അങ്ങനെ എല്ലാവരും പാപം ചെയ്യിക്കാൻ മരണം അവരെ സകല മനുഷ്യരിലും പറഞ്ഞിരുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യനായി പാപം ചെയ്തവരിലും മരണം ആദ്യം മുതലേ മോശ വരെ വന്നിരുന്നു. എന്നാൽ അവന്റെ കണക്കനുസരിച്ച് അവനെന്റെ ഒരു ആട്ടുംകുഞ്ഞിനെ കൊടുക്കണം, അല്ലെങ്കിൽ മറ്റു കാടപ്പശുയെ കൊടുക്കണം. അങ്ങനെ ഒരു നിയമം പഴയ നിയമത്തിലെ പ്രമാണമുണ്ട്. ന്യായപ്രമാണത്തിനെ ദൈവം നീക്കുവാനല്ല എങ്കിൽ ചെയ്ത അനുസരണക്കേടിനാൽ ആ പാപമുഖാന്തരം സമൂഹ ജനതകൾ ഒന്നടക്കം പാപികളായി തീർന്നുവെന്ന് ബൈബിൾ പറയുന്നു. ആ കാര്യമാണ് ബൈബിൾ സൂചിപ്പിക്കുന്നത്. പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരിച്ച് ഏകന്നവന പിതാവായ അനേകർ എന്ത് ചെയ്തു? ആ പാപത്തിൽ നിന്ന് അവർക്കൊരു വിമോചനം ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് 6:23 രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. 6:23 പാപത്തിന്റെ ശമ്പളമോ മരണമത്തെ ദൈവത്തിന്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യജീവൻ തന്നെ. അപ്പോ ആ നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ ആ തേജസ് ആദാമിൽ നിന്നും ഔവയിൽ നിന്നും എന്റേത് നഷ്ടപ്പെടുവാൻ അവർ പൂർണ്ണ നഗ്നരായി തീരുവാനിടയായിത്തീർന്നു. അങ്ങനെ അവർ എന്റേത് മരത്തിന്റെ ചില്ലകളിൽ ഓടി മറിഞ്ഞു. കാരണം ഇന്നലകളിൽ ദൈവം വരുമ്പോൾ അല്ലെങ്കിൽ ദൈവം അവരെ എടുത്ത് വരുന്ന സമയത്ത് അവരെന്തായിരുന്നു? അവർ ദൈവത്തോട് കൂടെ ആ തേജസ്മയനായ ദൈവത്തിന്റെ ഒപ്പം നടന്നവരാണ്. പക്ഷെ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ, അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, പാപം ചെയ്ത എല്ലാവരും തേജസ് നഷ്ടപ്പെട്ടു. എല്ലാവരും തേജസ്, ഈ സർവ്വജനതകളുടെ തേജസ് ദൈവവുമായുള്ള ആ ബന്ധം അങ്ങനെ മാറ്റി മറിയുവാനിടയായി തീർന്നു.
അപ്പോൾ അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 6:15 എന്നാൽ എന്താണ് ന്യായപ്രമാണത്തിനല്ല കൃപയാലറ്റ അധീനരായ നാം പാപം ചെയ്യുക ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവനും ദാസനാകുന്നു. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ദൈവാത്മാവ് വിശദീകരിക്കുന്നു ഇവിടെ. അപ്പോ ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞാൽ അവന്റെ പാപങ്ങൾക്ക് വിമോചനം ലഭിക്കുകയാണ്. ഇനി 8-ാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറഞ്ഞ് ഒരുവൻ യേശു ക്രിസ്തുവിലായി അവന് ശിക്ഷാവിധി ഇല്ല. എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ സമസ്ത പാപവും അവൻ ചെയ്തുകൊണ്ട് സമസ്ത പാവങ്ങൾ കാൽവറി മരണപ്പെട്ടത്. ആദാമിയ പാപം മുഖേന നമ്മളെല്ലാം പാപികളാണ്. അത് ബൈബിൾ വ്യക്തമാക്കി പറയുന്നു. ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞ് അവൻ നരകത്തിലല്ല ജീവിക്കണം, അവൻ യേശു ക്രിസ്തുവിലാണ്. അങ്ങനെയുള്ളവനാണ് ശിക്ഷാവിധി ഇല്ലെന്ന് വേദപുസ്തകം പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ നരകത്തിൽ കിടക്കണം എനിക്കറിയത്തില്ല. ഇതുപോലുള്ള ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, പ്രിയരെ, ഒരു ദൈവഭയത്തിൽ എങ്ങനെ നരകത്തിൽ പോണത്? യേശുവിനെ അറിഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ആരാധിച്ച് അവൻ നിത്യത വരെ നരകത്തിലാണ്. ഇനി അവിടുന്ന് നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി യേശു വീണ്ടും വരുമായിരിക്കും. വീണ്ടും യേശു ക്രിസ്തു ഒന്നും കൂടെ യെരൂശലേമിൽ വന്ന് മരിക്കുവോ? മരണത് ഞാൻ ബൈബിൾ വായിച്ചിട്ട് എനിക്ക് അങ്ങനെ അറിവ് കിട്ടി. ഒരു പാപി യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് അവൻ യേശുവിനെ ദൈവവുമായി അംഗീകരിച്ച് യേശുവിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി അവനൊരു ദൈവഭയത്തിലാ തീർന്ന് അവനിനി എന്തിനാണ് അങ്ങനെ ഒരു അവസ്ഥ? ഇവിടെ പറയുന്നത് കേൾക്കൂ നിങ്ങൾ. അനുസരിച്ച് പാപത്തിനുള്ള ശിക്ഷ എന്താണ്? നരകം. നരകത്തിൽ എത്ര നാള് കിടക്കണം? ഇറ്റേണിറ്റി വരെ നരകത്തിൽ കിടന്ന് ഇങ്ങനെ തീയും പുഴുവൊക്കെ വന്ന് ഇങ്ങനെ അതാണ് നമ്മുടെ പാപത്തിനുള്ള ശമ്പളം, അല്ലേ? അപ്പോ അദ്ദേഹം വചനം പഠിച്ചിട്ട് അദ്ദേഹത്തിന് ശമ്പളം കിട്ടിയത് എന്താണെന്നറിയാം. അതിന് പാപത്തിന്റെ ശമ്പളം എന്താ? മരണമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അത് ബൈബിള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിള് ഞാൻ കുറച്ചു മുമ്പ് വായിച്ചില്ലേ, റോമാലേഖനം 6:23 വാക്യമാണ് എനിക്ക് തോന്നുന്നു പ്രിയരെ. 23 പറയുന്ന പാപത്തിന്റെ ശമ്പളം 6:23. നിങ്ങളെ വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കുക. പാപത്തിന്റെ ശമ്പളം എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് ചോദിച്ചാൽ ഈ സഹോദരൻ പറയുന്ന എന്താണ് കേൾക്കുക. പാപത്തിന്റെ ശമ്പളം എന്താണ്? നരകത്തിൽ എത്ര നാള് കിടക്കണം? ഇറ്റേണിറ്റി വരെ നരകത്തിൽ കിടന്ന് ഇങ്ങനെ തീയും പുഴുവൊക്കെ വന്ന് ഇങ്ങനെ അതാണ് നമ്മുടെ പാപത്തിനുള്ള ശമ്പളം, അല്ലേ? എന്ന് പറഞ്ഞ പാപത്തിന്റെ ശമ്പളം എന്ന് വെച്ചാൽ ഒരു വ്യക്തി നിത്യതയെ കിടക്കുന്നതാണ് ശമ്പളം. എന്നാ ബൈബിൾ അതല്ല പറഞ്ഞ പാപത്തിന്റെ ശമ്പളം മരണമാണ്. ആ മരണത്തിന് തന്നെ വിടുവിക്കാൻ വേണ്ടിയാണ് നമുക്ക് വേണ്ടി യേശു മരിച്ചത്. ഇതൊക്കെ ആരും പറഞ്ഞു കൊടുക്കണില്ല. ഇങ്ങനെ കുറെ ബയോളജി പഠിക്കാതെയും ദൈവവചനത്തിന് യാഗ്യമില്ലാതെ കുറെ പേര് ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ അതൊക്കെ കേൾക്കാൻ കോടിക്കണക്കിന് ജനങ്ങൾ. അപ്പോൾ ഇയാൾ പഠിപ്പിക്കണ എന്താണെന്ന് ചോദിച്ചാൽ ഇതുവരെ യേശുക്രിസ്തു വന്നു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു പോയിട്ടും ഒരു പാപിക്കും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ലെന്ന്. മനസ്സിലായോ? ഈ പുതിയ സുവിശേഷം നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായ കാര്യം ഇദ്ദേഹം പറഞ്ഞത് ഇന്ന് നിത്യത എന്ന് പറഞ്ഞ എന്താ? ഇൻട്രാക്ടി എന്ന് പറഞ്ഞ് നിത്യത വരെ നമ്മൾ എന്ത് എടുക്കുക? ഈ നരക. അതൊന്ന് കേട്ടു നോക്കൂ. ഞാൻ പറഞ്ഞേക്കാളും കാരണം നിങ്ങൾ കേട്ടു. ആ ശമ്പളം പലിശയുടെ പലിശയൊക്കെ ഉൾപ്പെടെ തിരിച്ചടക്കണമെങ്കിൽ ചുമ്മാ മരിച്ചിട്ട് കാര്യമുണ്ടോ? യേശു മരിച്ചാലും ആ കണക്ക് അവിടെ കിടക്കും. കാരണം നമ്മൾ നരകത്തിൽ കിടക്കുന്നതാണ് ശിക്ഷ. യേശു നമുക്ക് വേണ്ടി ഇറ്റേണിറ്റി വരെ നരകത്തിൽ കിടക്കേണ്ട വരില്ലേ? നമ്മുടെ പണിഷ്മെന്റിനെ അവൻ എടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ നരകത്തിൽ അവൻ പോകണം. അപ്പോ അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ കേട്ടുവോ പ്രിയ സഹോദരൻ? പലിശയൊക്കെ ഉൾപ്പെടെ തിരിച്ചടക്കണമെങ്കിൽ
ചുമ്മാ മരിച്ചിട്ട് കാര്യമുണ്ടോ? യേശു മരിച്ചാലും ആ കണക്ക് അവിടെ കിടക്കും. കാരണം നമ്മൾ നരകത്തിൽ കിടക്കുന്നതാണ് ശിക്ഷ. യേശു നമുക്ക് വേണ്ടി ഇറ്റേണിറ്റി വരെ നരകത്തിൽ കിടക്കേണ്ടി വരില്ലേ? നമ്മുടെ പണിഷ്മെന്റിനെ അവൻ എടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ നരകത്തിൽ അവൻ പോകണം. ദാസപ്പൻകുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന്. ഡോക്ടർ ഒന്നും ഇദ്ദേഹം പറയുന്നത് അപ്പൊ യേശുക്രിസ്തു ഇനി എന്ത് ചെയ്യണം? യേശുക്രിസ്തു ഇത് ചെയ്തെല്ലാം കൊണ്ട് ആരും മാനസാന്തപ്പെടുന്നില്ല, ആരും പാപികൾ വിടുതൽ നിത്യത വരെ എല്ലാവരും നരകത്തിലാണ് കിടക്കുന്നത്. ഇനി യേശുക്രിസ്തു ഇനി നമ്മുടെ രക്ഷപ്പെടുത്താൻ, ക്രിസ്ത്യാനികളെ മറ്റുള്ളവരെല്ലാം രക്ഷപ്പെടുത്താൻ ഇനി യേശുക്രിസ്തു എന്ത് ചെയ്യണം? നരകത്തിൽ വരണം. നരകത്തിൽ വന്നിട്ട് യേശുക്രിസ്തു എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കാരണം യേശുക്രിസ്തു മരിച്ചത് കൊണ്ട്, മരണം കൊണ്ട് പ്രയോജനമില്ലെന്നാണ് ആ സുവിശേഷകൻ പറയുന്നത്. യേശു മരിച്ചത് കൊണ്ട് ഇതുപോലെ വചനപ്പാടിറ്റമില്ലാത്ത കുറെ ഇരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ലജ്ജ തോന്നുന്നു സഹോദരങ്ങളെ. സുവിശേഷം പഠിച്ചിട്ട് പ്രസംഗിക്കണം. ദൈവവചനം പഠിപ്പിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ പിശാചിന്റെ വലയത്തിലല്ല. അവനൊരു അന്ധകാര സത്യയുടെ അവൻ തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നിരിക്കുക. പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞ തന്നെ, നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. അവനെ അത്ഭുതമായി രാജീയ പുരോഹിതനാക്കി അവരെ അത്ഭുത ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മനസ്സിലായോ? ഒരുവൻ യേശുവിനെ ഏറ്റു പറയുമ്പോൾ, യേശുവിനെ സ്വന്തം രസകനും ദൈവമായി ഏറ്റു പറഞ്ഞു, പാവങ്ങൾ ഏറ്റു പറഞ്ഞു, ഒരുവൻ വിമോചിതനായി യേശുവായി ചേരുവാൻ സ്ഥാനം കൂടെ ഏറ്റു മറ്റു ഉപദേശങ്ങളും പ്രമാണിക്കും അവൻ യേശുവിൽ പൂർണ്ണനായി തീർന്നു. ഓരോ ദിവസവും അവൻ എന്ത് ചെയ്യണം? അവന്റെ ജീവിതത്തെ ക്രമീകരിച്ചു പോകണം. കാരണം എന്താ? അവരുടെ ജഡശരീരം ഇപ്പോഴും അവനിലുണ്ട്. പൗലോസ്ലീഗ പറയുന്നു, നിങ്ങൾക്കറിയാം, പൗലോസ് പ്രസിദ്ധ സുവിശേഷനും ഒക്കെ ആയിരുന്ന പൗലോസ് പറയുന്നുണ്ട്, ഇനി യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് പാപത്തിന് വിമോചിതനായിത്തീർന്ന മനുഷ്യൻ ജീവിക്കേണ്ട രീതികളും വേദപുസ്തകം. അപ്പോൾ 1 കൊരിന്ത്യർ ലേഖനം, നിങ്ങളെ കൈ ബൈബിൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ വാക്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വായിക്കണം കേട്ടോ. അതിന്റെ 9:27 വാക്യം, 9:27, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടത് എന്റെ ശരീരത്തെ ഖണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്നിൽ ഇപ്പോഴും എന്റെ ആ ജഡശരീരമുണ്ട്. പലപ്പോഴും ഞാൻ വഴിതെറ്റിപ്പോകാൻ സാധ്യത. ഇച്ഛാശക്തികളെ നമ്മൾ നിയന്ത്രിക്കണം. ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യണം? ഇച്ഛാശക്തികളെ നിയന്ത്രിക്കുവാൻ തയ്യാറായിരിക്കണം. കാരണം ചിലതൊക്കെ പാടില്ലെന്നുള്ളത് അത് പാടില്ലെന്ന് തന്നെ തീരുമാനിക്കണം. അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല. അത് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. കാരണം എന്താ? ഒരു ദൈവ പൈതൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്ത് അനുരൂപമാകരുത്. ഈ ലോകത്തിലെ ജാതികളെ പോലെ ജീവിക്കുന്ന അവകാശം ഒരു ദൈവ പൈതലിനില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യണം? ഒരുവൻ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ നരകത്തിലല്ല. മനസ്സിലായോ? അവൻ ഒരിക്കലും നരകത്തിലല്ല. ഇദ്ദേഹം പഠിപ്പിക്കണ എന്താന്ന് ചോദിച്ചാൽ യേശു മരിച്ചത് കൊണ്ട് പ്രയോജനമില്ലെന്നാണ്. എന്റെ കാര്യം പറയാം. യേശു എന്റെ പേർക്ക് മരിച്ചത് കൊണ്ടാണ് ഞാൻ ഇനി നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് ഇത്ര നല്ല സൽഗുണമുള്ള സ്വഭാവം തന്നെ ആരാണ്? ഞാനും നിങ്ങളെപ്പോലെ പ്രശ്നങ്ങൾ ഉള്ള വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കാനും എന്നെ പഠിപ്പിച്ചത് എന്താ? യേശുവിനെ അറിഞ്ഞ മുഖാന്തരം, യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചപ്പോൾ എൻ്റെ പഴയ മനുഷ്യൻ പോയി, ഞാൻ പുതിയൊരു വ്യക്തിയായി തീർന്നു. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാവും. ഒരു വ്യക്തി യേശുവിനെ സ്വീകരിച്ച് കഴിഞ്ഞ് സ്ഥാനപ്പെട്ട് കഴിയുമ്പോൾ അവന് പഴയ മനുഷ്യൻ പോവുകയാണ്. ഇതിനും കൂടെ എടുത്ത് പറഞ്ഞ 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം ഞാനൊന്ന് എടുത്തോട്ടെ. എൻ്റെ ബൈബിൾ ചെറിയതായിക്കൊണ്ട് ഇങ്ങനെ മറിച്ച് പോകുമ്പം പ്രശ്നങ്ങളുണ്ട്. അപ്പം ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ
വിശ്വാസത നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്തെ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ വ്യത്യസ്തതയെ പ്രശംസിക്കുന്നു. സിദ്ധതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടതയിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്ക് പങ്കം വഴിയുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. നാം ബലഹീനരായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് ആ ഭക്തർക്ക് വേണ്ടി മരിച്ചു. ആ ഭക്തർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്തവർ, അവർക്ക് വേണ്ടി എൻ്റെ യേശു മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രകർഷിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ സ്നേഹം എങ്ങനെ? ഒരു യോഗ്യതയില്ലാത്ത എന്നെ വെച്ച ഞാൻ യേശു എന്ന വ്യക്തിയായ ഒരു ബന്ധം എനിക്കില്ല. എന്ത് യോഗ്യതയുണ്ട്? ജൂതന്മാരുടെ ദൈവം എന്ന് നമുക്ക് പറയാം. ശരിയാണ്, യേശു ജൂതന്മാരുടെ ദൈവം. ആ ദൈവം എനിക്ക് വേണ്ടി, ഇന്ത്യയെ കിടന്ന എനിക്ക് വേണ്ടി മരിച്ചെന്ന് പറയുമ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അളവ് എത്ര മാത്രമാണ്. ഞാനൊരു ജൂതനല്ല, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. ആ എനിക്ക് വേണ്ടി യേശു മരിച്ചു. അമേരിക്ക കിടക്കണവന് വേണ്ടി മരിച്ചു. യൂറോപ്പിൽ കിടക്കണവന് വേണ്ടി യേശു മരിച്ചു. കൊറിയയിൽ താമസിക്കുന്നവർക്ക് വേണ്ടി യേശു മരിച്ചു. മറ്റ് രാജ്യങ്ങൾക്ക് കിടക്കുന്ന ഓരോ പൗരന്മാർക്ക് എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചു. അതല്ല ഇവിടെ 8-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം ഇതിലേക്ക് നമുക്ക് വരുവാൻ കഴിഞ്ഞു. ആ നിരപ്പുവാൻ എങ്കിലോ നിരന്തര ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെട്ടു. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അതപ്പോൾ തന്നെ 1 കൊരിന്ത്യർ ലേഖനത്തിലൊരു വാക്യമുണ്ട്. ഇവിടെ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്താ? അതപ്പോൾ തന്നെ വിശുദ്ധ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയായിത്തീർന്നു. അവന്റെ പഴയ സ്വഭാവം ഒഴിഞ്ഞു പോകും, അവൻ പുതിയൊരു വ്യക്തിയായി തീർന്നു. അതേപോലെ സത്യം പറഞ്ഞ ഇദ്ദേഹം പറയുന്ന എന്താണെന്ന് വെച്ചാൽ, നിത്യത വരെ എൻ്റെ ഒരു വ്യക്തി പാപികളാണെന്ന് ഒരിക്കലുമില്ല. ഇപ്പോൾ ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ പാപത്തിനും മുറ്റനായി തീർന്നു. യേശുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ച് ദൈവമായി ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ഞാൻ യേശു എനിക്ക് വേണ്ടി മരിച്ചതിൻ്റെ ആ പൂർത്തികാരൻ എൻ്റെ ശരീരത്തിൽ നടക്കുകയാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാനിപ്പോൾ ഒരു പാപിയാ. ഞാൻ കള്ളും കുടിച്ച് വീടിയും വലിച്ച് ദൈവത്തെ അറിയാതെ ഈ ലോക സുഖമോഹത്തിൽ ജീവിക്കുക. ആ സമയത്ത് ഞാൻ പോണ സമയത്ത് വഴി വെച്ചോ അല്ലെ എവിടെയെങ്കിലും വെച്ചോ സുവിശേഷം കേട്ടു. ഞാൻ യേശുവിനെ സ്വന്തം രക്ഷകനായി ആ കവലയിൽ നിന്നെ സ്വീകരിച്ചെന്ന് ഓർക്കുക. അപ്പോൾ തന്നെ ആ നിമിഷം, ആ സെക്കൻഡിൽ തന്നെ നിന്നിൽ ആ പാപം ഒഴിഞ്ഞു മാറുക. നീ അപ്പോൾ ക്രിസ്തുവിൽ പൂർണ്ണനായി തീരുക. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കേൾക്കുക, അവന്റെ പുത്രനായ, അവൻ എന്ന് പറഞ്ഞ പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ സകല പാവവും പോക്കുക എന്ന് പറഞ്ഞ സകല പാവവും നീക്കിയ ശേഷം ആ പാവങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. വീണ്ടും നമുക്ക് പാവം ചെയ്യാനുള്ള ഇതുണ്ട്. കാരണം നമ്മളെ ജഡം ഇപ്പോഴും നമ്മളെ കൂടെയാണ്. മനസ്സിലാക്കണം, ആദാമിന്റെ ഇതിനാണല്ലോ നമ്മളെല്ലാം ഉണ്ടായെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ആ ജഡ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും സാത്താൻ നമ്മളെ വഞ്ചിക്കുവാൻ സാധ്യതയുണ്ട്. നമ്മളെ ശരീരത്തിലേക്ക് ആ നഷ്ട സാധ്യത ഉള്ളതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിച്ചു, പക്ഷെ നിങ്ങൾ എൻ്റെ വിശുദ്ധീകരിച്ച് ജീവിതം മുഴുവൻ എൻ്റെ ഓരോ ദിവസവും ക്രമീകരിച്ച് പോകണം. 10-ാം വാക്യം, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ അവനെ അസാധ്യവാദിയാകുന്നു. അവന്റെ വചനം നമ്മൾ ഇല്ലാതെ പോയി. നമ്മൾ പാപം ഇല്ലെന്ന് പറഞ്ഞ നമ്മളിൽ പാപത്തിന്റെ കറകൾ യേശുക്രിസ്തു നീക്കിക്കളഞ്ഞുവെങ്കിൽ ഇപ്പോഴും ആ ഒരു എന്താ പറഞ്ഞ ഈ മരം വെട്ടണ നിങ്ങൾ കണ്ടില്ല കൂട്ടുകാരെ, സഹോദരങ്ങളെ. അപ്പൊ ഈ മരം വെട്ടിക്കളഞ്ഞ ശേഷം ഒരു 4-5
വേണ്ട ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങൾ ആ ചോട്ടിൻ്റെ അവിടെ ചെന്നൊരു എൻ്റെ ഒരു മുള പൊട്ടി ഇങ്ങനെ വരും. ഇതുപോലെ തന്നെയാണ് അത് പൂർണ്ണമായി അന്ന് തീർന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഈ പാവം വീണ്ടും എൻ്റെ നമ്മുടെ അവിടെ ഇവിടെ. അതാണ് ഏറ്റവും ലളിതമെന്ന് എനിക്ക് തോന്നുന്നു. മരം വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ആ മരത്തിൻ്റെ ചില്ലകൾ ഇളം കുഞ്ഞുങ്ങൾ മുളച്ചു വരുന്നത് പോലെ നമ്മളിൽ നിന്ന് യേശു പാപം എടുത്തു കളഞ്ഞു. പക്ഷെ നിനക്കറിയാം, ഇനി ഇച്ചിരി കൂടെ എടുത്ത് പറയാം, നമ്മളെ ആദാവും ഹവ്വയും ഏദൻ തോട്ടത്തിലായിരുന്നു. ഈ ഏദൻ തോട്ടത്തിലായിരുന്ന സമയത്ത് അവരോട് ദൈവം ഇതെല്ലാം കൽപ്പിച്ചതല്ലേ ചെയ്യരുതെന്ന്. പക്ഷെ സാത്താൻ അവിടെ കയറി ഹവ്വയോട് സംസാരിച്ച് അവളെ എൻ്റേത് ചതിപ്പെടുത്തിയതുപോലെ വീണ്ടും നമ്മൾ അതുകൊണ്ടാണ് സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയുന്നവരല്ലോ എന്ന് പൗലോസ്. വീണ്ടും നമ്മൾ എൻ്റെ പാപത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. വീണ്ടും നമ്മൾ വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മളെ പാപം യേശു ക്ഷമിച്ചുവെങ്കിലും വീണ്ടും നമ്മുടെ ജഡം ഇപ്പോഴും നമ്മളില്ല. ഈ ആദാമിയ ശരീരമില്ലേ, ഇല്ല, അത് പുതുക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും യേശുക്രിസ്തുവായുള്ള ബന്ധം പുതുക്കണം. പാപത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെയിലി പുതുക്കിക്കൊണ്ടിരിക്കണം. നമ്മളെ മൊബൈലിലൊക്കെ, ആൻഡ്രോയിഡ് മൊബൈലിലൊക്കെ എൻ്റെ ആപ്ലിക്കേഷൻ പുതിയ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ് മെസ്സേജ് വരും. അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ എൻ്റെ പ്രവർത്തിക്കുമോ? ഇല്ലല്ലോ. ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവിതം. അവന് യേശുവിനെ അറിഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലായ ഒരു ആൻഡ്രോയിഡ് ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷൻ, ഒരു ആപ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ നമ്മൾ അതിനെ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ആ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും? പഴയ ഇതുപോലെ തന്നെ നമുക്ക് പുതിയ ഒന്നും കിട്ടുകയില്ല. പഴയതിൽ തന്നെ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. ആ സമയത്തുണ്ട് അത് പുതുക്കി കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനിൽ പുതിയ വന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളിൽ പുതിയ മാറ്റങ്ങൾ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതുവരെ നമ്മളെ പുതുക്കിയിട്ടില്ല. ക്രിസ്തുവിൽ നമ്മൾ പുതുക്കണം. അതല്ലേ പറയണ, ഒരുവൻ ക്രിസ്തുവിലായ പുതിയ വ്യക്തിയായി തീർന്നു. അവനെ ഓരോ ദിവസവും അവൻ പുതുക്കിക്കൊണ്ടിരിക്കണം. അപ്ലോഡ് വരുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളത്. അതപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായ ഈ പഴയ ഇതിൽ കിടക്കുന്ന എന്ത് ചെയ്യും? പഴയ വൈറസ് ഉണ്ടാവും, പഴയ കുറച്ച് ഇതുണ്ടാവും. അതുകൊണ്ട് എന്താ പ്രയോജനം? കുറച്ച് കഴിയുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക് ഈ ക്രിസ്തുവിന്റെ തേജസ് വസിച്ചിരുന്നവരായിരുന്നു ആദാമും ഹവ്വയും. അവരെ എന്ത് ചെയ്തു? സാത്താൻ വഞ്ചനയോടെ എന്ത് ചെയ്തു? ആ ക്രിസ്തുവിൽ നിന്നും ആ ക്രിസ്തുവിന്റെ ഇതിൽ നിന്നും അവരെ അകത്തി ചേർന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹിയായിത്തീരുന്നു എന്നുണ്ടല്ലോ അപ്പോൾ ഒരു വ്യക്തി ഒരു വേശ്യസ്ത്രീയായി ശരീരം പങ്കിട്ട് കഴിയുമ്പോൾ അവരാണ് ക്രിസ്തുവിന്റെ സഭ. ആ സഭയെ ചേർക്കുവാനാണ് ക്രിസ്തുദേവൻ ഇനി വരാൻ പോണത്. സഭയെ ചേർക്കാൻ മണവാളം വരുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള IPC ചർച്ചകോട് സാറോൻ 18 മുതലുള്ള ബെർട്ടവും വിറ്റ് പാരമ്പര്യവുമായുള്ള നിങ്ങളെ നടുപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. പൊന്ന് വെള്ളി മുതലായി അരിഞ്ഞു പോകുന്ന വസ്തുവകകൾ കൊണ്ടല്ല നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച ദൈവവചനം. അപ്പോൾ നമ്മളെ എല്ലാവരും അവന്റെ രക്തത്താൽ വീണ്ടെടുത്തിരിക്കുകയാണ്. അവൻ നമ്മളെ അവന്റെ രക്തം കൊടുത്തു. അവന്റെ വിലയേറിയ രക്തം സ്വീകരിച്ച് ഏറ്റു പറയുന്നവനാണ് പാപമോചനം ഉള്ളത്. അല്ലാത്ത ഒരു വ്യക്തിക്കും പാപമോചനം ഈ ഉലകത്തിൽ കിട്ടുകയില്ല. വചനം തുറന്നു പറയണ ക്രിസ്തുവിനെ വാഗോണ്ട് ഏറ്റു പറഞ്ഞ ആരാണോ അവനാണ് പാപനായിരുന്നു. അദ്ദേഹത്തിന്റെ ദുഷ്ടപ്രവൃത്തികൾ മുഖാന്തരമാണ് സ്വർഗത്തിൽ പോകാൻ നിങ്ങൾ നന്മകൾ ചെയ്ത് മതി സഹോദരങ്ങളെ. പാവപ്പെട്ടവരെ സഹായിക്കുക. ക്രിസ്തുദേവൻ എന്താണ് പഠിപ്പിച്ചത് ഒക്കെ ചെയ്തവരുണ്ട്. വെളിപാട് പുസ്തകത്തിലൊരു വാക്യമുണ്ട്.
ഇനി 20 വെളിപാട് 20:1 വായിക്കുക. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഇറങ്ങാൻ ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടത്തേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അപ്പോൾ ഇത് സാത്താനെ സൈന്യത്തെ അവിടെ ഇട്ടതായി പറയുന്നുണ്ട്. ഇനി 11 ഈ അധ്യായം തന്നെ വെളിപ്പാട് പുസ്തകം 20:11. ഞാൻ വലിയൊരു വെള്ളസിംഹാസനം നിന്നും ഭൂമിയും ആകാശം ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആലംബവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ട് പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ഒത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും താൻ തെറ്റാന്ന് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞു വന്ന സാരാംശം. ഒരു വ്യക്തിയും നരകത്തിലല്ലേ. ഇപ്പം നമ്മളെല്ലാവരും ഇപ്പം നരകത്തിലാണ്. ഞാൻ കിടക്കുന്നത് ഇന്ത്യയിൽ എന്ന രാജ്യത്താണ്. ഞാൻ മനസ്സിലാക്കിയ ശേഷം അതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണം. പ്രിയമുള്ളവരെ, ഇനി ഞാൻ നിങ്ങളോട് പറയുവാൻ ആ ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിച്ചത്. ബെന്തക്കോസ്ത് കോളത്തിലുണ്ട് പാപികൾ എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാർ, ഗൂഢക്കാർ. അതൊക്കെ പിന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഒരു കാര്യം മനസ്സിലായി, നമ്മൾ ഒരിക്കലും നിത്യത വരെ നരകത്തിലല്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വായിച്ച് വരെ ഒരു വ്യക്തികളും ഇദ്ദേഹം പറയുന്ന പ്രകാരം ഒരു വ്യക്തികളും നരകത്തിലല്ല ജീവിക്കുന്നത്. നമ്മളെല്ലാവരും നരകത്തിൽ അവകാശികളുമല്ല. നമ്മൾ ഓരോരുത്തരും നരകത്തിൽ പോണോ വിടണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന യേശുക്രിസ്തുവാണ്. അതൊരു പ്രവാചകനെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ ആരെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മളെ ഏൽപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസംഗിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ആര് നരകത്തിൽ പോകും, ആര് സ്വർഗത്തിൽ പോകുന്ന ആർക്കും പറയാൻ പറ്റില്ല. നീ നന്മ ചെയ്ത ദൈവവചനപ്രകാരം ജീവിച്ചാൽ നീ സ്വർഗത്തിൽ പോകും എന്ന് മാത്രമേ എനിക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുള്ളൂ. ക്രിസ്തു പറഞ്ഞ പ്രകാരം ജീവിക്കുവാനും ക്രിസ്തു കാണിച്ച മാർജികപ്രകാരം ജീവിക്കണം. നിന്റെ സഹപ്രവർത്തകരെ സ്നേഹിക്കണം. നിന്റെ കൂട്ടുകാരനൊരു ബുദ്ധിമുട്ടുണ്ടായ ആദ്യം നീ ഓടിച്ചെല്ലണം. നിന്റെ വീടിൻ്റെ അടുത്തൊരു പാവപ്പെട്ടവനുണ്ടെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യണം. മറ്റുള്ളവർ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സഹായിക്കണം. അവർക്ക് ഭക്ഷണമില്ലെങ്കിൽ നിന്റെ കയ്യിൽ ഇച്ചിരി പൈസ ഉള്ള ആ പൈസയും കൊണ്ട് അവന് ഭക്ഷണം കൊടുക്കണം. 17 അതുകൊണ്ട് ജനത്തിന്റെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തെ വിശ്വസ്ത പുരോഹിതനുമാകേണ്ടതെന്ന് സകലത്തിനും തന്റെ സഹോദരന്മാരോട് സാധിസ്ഥനായി തീരുവാൻ ആവശ്യമായിരുന്നു. ഒന്നും കൂടെ ഞാൻ വായിക്കാം. എബ്രായർ 2:17 അതുകൊണ്ട് ജനത്തിന്റെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അടുത്ത് ചെല്ലുക. പണ്ടൊക്കെ പാവം ചെയ്ത് കഴിഞ്ഞാൽ മഹാപുരോഹിതനാണ്, മെയിൻ പുരോഹിതനാണ് കൃപാസ്ഥാനത്തിന്റെ മുമ്പിൽ കയറി ചെല്ലാം. പക്ഷെ ഇനി നമുക്ക് യേശുവിന്റെ മരണത്താൽ, യേശുവിന്റെ ക്രൂശ് മരണത്താൽ നമുക്ക് യേശുവിന്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ, സന്താപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടവനും ആകുന്നു. എന്നാൽ അഹരോനെ പോലെ കൂടെ അപേക്ഷയും അഭയരാജനെയും കഴിക്കുന്ന ഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലോ തന്നെ ദൈവാത്മാവ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്ഥാനത്തെക്കുറിച്ചുള്ള ഉപദേശം, കയ്പ്, മരിച്ചവരെ പുനർത്താനും നിത്യ ശിക്ഷാവിധി, ഇങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രസയ്ക്ക് ഉതുകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വാർത്തത്വങ്ങൾ അവകാശമാക്കുന്നവരും അനുകരിക്കാതിരിക്കുക. അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. പിന്നെ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നതായുണ്ട്. മറ്റത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ വായിക്കുക.
എൻ്റെ 9-ാം വാക്യത്തിലും അതിനെക്കുറിച്ച് പറയുന്നു. നിങ്ങൾ അതും വായിക്കുക സഹോദരങ്ങളെ. മലിനപ്പെട്ടവരെ മേൽ തെളിക്കുന്ന പശു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം കർത്താവായ യേശുക്രിസ്തു പറയുന്നു. 14-ാം വാക്യം, എങ്കിൽ നിത്യാത്മാവിനെ ദൈവത്തിൽ തന്നെ ഞാൻ നിഷ്കളങ്കനായി സമർപ്പിച്ചു. ക്രിസ്തുവിന്റെ രക്തം ജീവൻ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും വ്യത്യസ്തനാകും. പ്രൈസ് ദ ലോർഡ്. ഇനി 10-ാം അധ്യായം അതിൻ്റെ ന്യായപ്രമാണം വരുവാനുള്ള നന്മയുടെ നിഴലല്ലേ. ഇനി 2-ാം വാക്യം തൊട്ട് വായിക്കാം. അല്ലെങ്കിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് ഇവിടെ പറയുന്നു. അതേപോലെ തന്നെ 16-ാം വാക്യം, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണങ്ങളുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുത്തു എന്ന് കർത്താവിൻ്റെ അരുൾപ്പാട്. എന്നെ അരുൾ ചെയ്ത ശേഷം ഞങ്ങളുടെ പാവങ്ങളെയും അകൃത്യങ്ങളും ഞാൻ ഇനി ഓർക്കയില്ല എന്ന് അരുളിച്ചു. എന്നാൽ അവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാവങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബൈബിളിലുണ്ട്. വായിക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. ദൈവവചനത്തിൻ്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ദൈവം നമ്മളെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഒരിക്കലും അദ്ദേഹം സംസാരിക്കണ പോലെ പെന്തക്കോസ്ത് വിശ്വാസം അനുസരിച്ച് പാപത്തിനുള്ള ശിക്ഷ എന്താണ്? നരകം മാത്രമാണ്. അതിനു മുമ്പ് എല്ലാവരും സന്തോഷത്തോടെ ആയിരുന്നു ജീവിച്ചിരുന്നത്. ആ ഭൂമിയിൽ ഏതെന്ന ഭൂമിയിൽ അടിമ മനുഷ്യർ ജീവിച്ചിരുന്നു, എന്നാൽ സന്തോഷത്തോടെ ആയിരുന്നു. പക്ഷെ പാപം ചെയ്തപ്പോഴേണ്ടത് ആ ഒരു ഇതിന് ചലനമുണ്ടായി. ലോകത്തെ രസിക്കുവാനാണ് ഈ ലോകത്തിലുള്ള സമസ്ത ജനങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചത്. നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് വാസ്തവമേ ഉള്ളത്. ഒരു കാര്യം മനസ്സിലായി, യേശു നിങ്ങളെ